ദില്ലി ജംഗ്പുരയിലെ മദ്രാസി ക്യാമ്പ് പൊളിച്ചതിൽ പ്രതിഷേധവുമായി തമിഴ്നാട് സ്വദേശികൾ. കയ്യേറ്റം ആരോപിച്ച് 400ഓളം വീടുകളാണ് ദില്ലി സർക്കാർ പൊളിച്ചുമാറ്റിയത്. വീട് നഷ്ടപ്പെട്ടതിൽ പകുതി പേർക്കും പുനരധിവാസം ഉറപ്പാക്കിയില്ലെന്നാണ് പരാതി. വീട് നഷ്ടപ്പെട്ടവർ തിരികെ തമിഴ്നാട്ടിലേക്ക് മടങ്ങിവരാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജംഗ്പുരയിലെ മദ്രാസി ക്യാമ്പ് 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ക്യാമ്പായിരുന്നു ഇവിടെ. കയ്യേറ്റം ആരോപിച്ച് ഇതിന് വശത്തുകൂടി യമുനയുടെ കൈവഴി ഒഴുകുന്നുണ്ട്. ഇവിടെയുള്ളവർ 400ഓളം കുടുംബങ്ങളാണ്. അവർ തമിഴ്നാട്ടിൽ നിന്ന് പലപ്പോഴായി വന്ന 60 വർഷമായി ഇവിടെ താമസിച്ചിരുന്നവരാണ്. അങ്ങനെയുള്ളൊരു ക്യാമ്പ്, മദ്രാസി ക്യാമ്പ് എന്നറിയപ്പെട്ടിരുന്ന ക്യാമ്പ് കയ്യേറ്റം ആരോപിച്ച് ദില്ലി സർക്കാർ പൊളിച്ചിരിക്കുന്നു. അത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് എന്നാണ് ദില്ലി സർക്കാർ അറിയിക്കുന്നത്. ആ രൂപത്തിൽ പൊളിച്ചിട്ടും പക്ഷേ ഇവർക്ക് പൂർണ്ണമായി പുനരധിവാസം ലഭ്യമാക്കിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ചിലർക്ക് ഫ്ലാറ്റുകൾ നൽകിയത് തന്നെ വളരെ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയാണ്. അവരുടെ ജോലിയും ഉപജീവനവും എല്ലാം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് നൽകിയത് എന്നാണ് ഇവരുടെ ആരോപണം. അതുതന്നെ കാര്യമായ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളും ഫ്ലാറ്റുകളുമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മാറാൻ കഴിയില്ല. മാത്രമല്ല, എല്ലാവർക്കും 400ഓളം കുടുംബങ്ങളിൽ 200 പേർക്ക്, പകുതി പേർക്ക് മാത്രമേ ഈ പുനരധിവാസം നൽകിയിട്ടുള്ളൂ. ഇവരുടെ വീടുകൾ പെട്ടെന്ന് പൊളിച്ചു നിൽക്കുകയായിരുന്നു. നമുക്ക് കാണാം, ഒരു സ്ഫോടനമൊക്കെ ഉണ്ടായതുപോലെ ഇവിടെ ഇന്നലെ JCB കയറി പൂർണ്ണമായും വീടുകൾ പൊളിക്കുകയായിരുന്നു. ഒരു 400ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സർക്കാർ നിങ്ങൾ ഈ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?